നമസ്കാരം. ഹൂത്തികളോട് കളിച്ച ഇസ്രായേൽ ഇപ്പോൾ കടം കയറി ആകെ നട്ടം തിരിയുകയാണ്. എന്തായാലും കടം കയറി നിൽക്കെ പൊറുതിയില്ലാതായതോടെ എയിലാത്ത് തുറമുഖം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. വരുമാനം കുറയുകയും നികുതി അടയ്ക്കാൻ സാധിക്കാതെ വരികയും ചെയ്തതാണ് തുറമുഖം പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണം. നികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് തുറമുഖത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ എയിലാത്ത് മുനിസിപ്പാലിറ്റി മരവിപ്പിച്ചിരുന്നു. 3 ദശലക്ഷം ഡോളറാണ് നികുതിയായി അടയ്ക്കാനുള്ളത്. വരുമാനം ലഭിക്കാതെ വന്നതോടെ നികുതി കൃത്യമായി അടയ്ക്കാൻ തടസ്സം നേരിട്ടു. യമനിലെ ഹൂത്തി സൈന്യത്തിന്റെ ആക്രമണമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗാസയിലെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് ഹൂത്തികളുടെ ആവശ്യം. അതുവരെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ചെങ്കടലിൽ തടയുമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു. മാത്രമല്ല, ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇടയ്ക്കിടെ മിസൈൽ ആക്രമണവും ഹൂത്തികൾ നടത്തുന്നുണ്ട്. ഇതുകാരണം ഏലാത്ത് തുറമുഖത്തേക്ക് ചരക്കുകൾ എത്താതെയായി. ചെങ്കടലിനോട് ചേർന്ന ഇസ്രായേലിലെ ഏക തുറമുഖമാണ് ഇത്. ഇതുവഴിയാണ് ഇസ്രായേലിലേക്ക് വാഹനങ്ങളും ക്രൂഡ് ഓയിലും എത്തിച്ചിരുന്നത്. ഇവിടേക്ക് തുടർച്ചയായി ഹൂത്തികൾ ആക്രമണം നടത്തിയതോടെ കപ്പലുകൾ വരാതെയായി. 2023 63 ദശലക്ഷം ഡോളറായിരുന്നു വരുമാനം. കഴിഞ്ഞ വർഷം 12.5 ദശലക്ഷം ഡോളറായി താഴ്ന്നു. ഈ വർഷം അത് വീണ്ടും കുറഞ്ഞു. 80% വരുമാന ഇടിവ് വന്നതോടെ ഏലാത്ത് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയായിരുന്നു. അതേസമയം ഏലാത്ത് അടയ്ക്കുമ്പോൾ മറ്റു 2 തുറമുഖങ്ങളാണ് നേട്ടം കൊയ്യാൻ പോകുന്നത്. ഹൈഫ, അഷ്ദോദ് തുറമുഖങ്ങളിലേക്കാണ് ഏലാത്തിലേക്ക് എത്തിയിരുന്ന ചരക്കുകൾ വഴിമാറ്റുന്നത്. ഇതുവഴി ചെലവേറിയ വഴിയാണ്. അതായത് ഈ തുറമുഖം അടയ്ക്കുന്നതോടെ പുതിയ തുറമുഖങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് വളരെയധികം ചെലവ് കൂടുതലാണ്. മെഡിറ്ററേനിയൻ കടൽ തീരത്തോട് ചേർന്നാണ് ഹൈഫ, അഷ്ദോദ് തുറമുഖങ്ങൾ. ഇവിടേക്ക് ചരക്ക് എത്തിക്കുന്നത് ഏലാത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെലവേറിയതാണ്. ഹൈഫ തുറമുഖം അദാനി ഗ്രൂപ്പിന്റേതാണ്. 2023 ഇവർ തുറമുഖത്തിന്റെ ഓഹരി വാങ്ങിയെടുത്തത്. ഏലാത്ത് അടയ്ക്കുമ്പോൾ ഹൈഫയ്ക്ക് നേട്ടമാകുമെങ്കിലും ഹൈഫ ലക്ഷ്യമാക്കിയും ഹൂത്തികൾ ആക്രമണം നടത്തുമെന്നതും ആശങ്ക ഉളവാക്കുന്നു. ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയുള്ള ചരക്കുകൾ ഇസ്രയേലിലേക്ക് എത്തുന്നത് ഏലാത്ത് തുറമുഖത്തിലൂടെയായിരുന്നു. അഷ്ലോണിലേക്കുള്ള പൈപ്പ് ലൈനും ഇവിടെ നിന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നത് ഈ പൈപ്പ് ലൈൻ വഴിയാണ്. 2023 മുതൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം എല്ലാ പ്രവർത്തനവും അവതാളത്തിലാക്കി. കഴിഞ്ഞ ബുധനാഴ്ച ഏലാത്തിലും നജീവിലും ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച